ചോദിച്ചപ്പോൾ ഇപ്പോഴും സിറ്റിയിൽ ഷീറ്റിട്ട വീടുണ്ടോ, ഇങ്ങനെയുള്ള അവസ്ഥയിലുള്ളവരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് പട്ടയമില്ല. പട്ടയമുണ്ടെങ്കിൽ അവർക്ക് വീട് കൊടുക്കാം, മറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കാം. അപ്പൊ അത്തരം അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ പോലും രേഖകളില്ലാതെ നിഷേധിക്കപ്പെട്ട പാവപ്പെട്ട മനുഷ്യർക്ക് അനുകൂലമായ ഒരു നിലപാടെടുത്ത സംസ്ഥാനത്തിന്റെ റവന്യൂ മന്ത്രിക്ക് വട്ടിയൂർക്കാവിലെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. നമ്മളെ സംബന്ധിച്ച് 6 വില്ലേജ് ഓഫീസുകളാണ് നമുക്കുള്ളത്. ഒരു വലിയ സന്തോഷം കൂടിയുള്ളത് നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ വില്ലേജ് ഓഫീസുകളും സ്മാർട്ടായി മാറിയിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. നേരത്തെ തന്നെ പട്ടം വില്ലേജ് ഓഫീസിൻ്റെത്, പേരക്കട വില്ലേജ് ഓഫീസ്, കുടപ്പനക്കുന്ന് വില്ലേജ് ഓഫീസ്, കവടിയാർ വില്ലേജ് ഓഫീസ്, ഇതിനെല്ലാം തന്നെ മന്ദിരങ്ങൾ നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു. അപ്പൊ എല്ലാ ഓഫീസുകൾക്കും പുതിയ മന്ദിരങ്ങൾ വന്നു. MLA ഫണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവിടെയെല്ലാം ഓൺലൈൻ സൗകര്യങ്ങൾ, കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നേരത്തെ തന്നെ നൽകിയിരുന്നു. ഡിജിറ്റൽ സർവേ അടക്കമുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കുടപ്പനക്കുന്നിൽ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഓരോരോ കാര്യങ്ങളായി പരിശോധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 6 വർഷക്കാലം കൊണ്ട് ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളും അക്ഷരം പ്രതി പാലിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാലയളവാണ് ഈ ഗവൺമെന്റിന്റെ കാലയളവ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഫെബ്രുവരി മാസം 22-ാം തീയതി വട്ടിയൂർക്കാവിലേക്ക് എത്തുകയാണ്. എന്തിനെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോ ഇരിക്കുന്ന റോഡ് വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസന പദ്ധതിയുടെ ഭാഗമായി 18.5 മീറ്ററാക്കി മാറ്റിക്കൊണ്ട് നമ്മൾ അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 22-ാം തീയതി നിർവഹിക്കുക. ചില ആളുകൾ ചോദിക്കുന്നുണ്ട് 100 ദിവസം കൊണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം ലാൻഡ് അക്വിസിഷൻ എത്ര സമയം എടുക്കുന്ന ഏർപ്പാടാണ്. മിനിസ്റ്റർ വരെ പറഞ്ഞു വട്ടിയൂർക്കാവിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നു എന്നുള്ളത്. അദ്ദേഹം റവന്യൂ അസംബ്ലി കൂടി ഇപ്പൊ പറഞ്ഞതാണ്. 30-40 വർഷങ്ങൾ എടുത്ത ചരിത്രം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അവിടെയാണ് ഇത്രയും അധികം ഭൂമി ഏതാണ്ട് 1000-ഓളം വരുന്ന ആളുകളിൽ നിന്നും എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് നമ്മളിപ്പോ ഏറ്റെടുത്തിരിക്കുന്നത്. അത് ചരിത്ര സംഭവമാണ്. അപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത ആളുകളാണ് 100 ദിവസം കൊണ്ട് ഇതൊക്കെ ശരിയാക്കി തരുമെന്നാണല്ലോ മട്ട് പറഞ്ഞത് എന്ന നിലയ്ക്ക് വർത്തമാനം പറയുന്നത്. അവരെ ഞാൻ പ്രത്യേകമായി 22-ാം തീയതിയിലത്തെ യോഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ ഏതാണ്ട് 560 കോടി രൂപ ലാൻഡ് അക്വിസിഷന് ചെലവിട്ട, എനിക്ക് തോന്നുന്നു ഒരു മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത്. അവിടെ തന്നെ ടെഡ ചെയർമാൻ ഇവിടെ ഇരിപ്പുണ്ട്. 2.5 ഏക്കർ ഭൂമി വ്യാപാരികളുടെ പുനരധിവാസത്തിന് വേണ്ടി ഏറ്റെടുത്തു. ആ ഭൂമിയിൽ 10 കോടി രൂപ ചെലവിട്ടുകൊണ്ട് 58 കടമുറികളുടെയും അനുബന്ധ ഇതേപോലത്തെ സമ്മേളനങ്ങൾ ചേരാനുള്ള ഒരു സൗകര്യം കൂടി അവിടെ ഏർപ്പെടുത്തുകയാണ്. അതിന്റെയും ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്നേ ദിവസം നിർവഹിക്കുന്ന വിവരം ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വികസന പരിപാടികൾ ഒന്നൊന്നായി നടപ്പാക്കിയിട്ടുണ്ട്. 18-ാം തീയതി മുതൽ നമ്മൾ വട്ടിയൂർക്കാവ് ഫെസ്റ്റ് കൂടി ആരംഭിക്കും. അതിന്റെ ആദ്യ ദിവസം നമ്മളൊരു പ്രോഗ്രസ് റിപ്പോർട്ട് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞതെന്ത്, ജനങ്ങൾ ആവശ്യപ്പെട്ടതെന്ത്, ആ ഓരോ ആവശ്യങ്ങളുടെയും നിലവിലുള്ള പുരോഗതി ജനങ്ങളെ കൃത്യമായി പ്രിന്റ് ചെയ്ത് ഞങ്ങളൊരു പ്രോഗ്രസ് റിപ്പോർട്ട് നൽകുന്നുണ്ട്. സംശയാലുക്കൾക്ക് അത് വായിച്ചു നോക്കി കാര്യങ്ങൾ വർത്തമാനം പറയാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്.